നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. അതിന്റെ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണ്, അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ പ്രൊമോഷൻ എങ്ങനെയാണ്, മാത്രമല്ല നിലവിലെ നിയമന നില, അതൊക്കെ കുറച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ക്ലാസ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതുകൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നോട്ടിഫിക്കേഷൻ ആണിത്. 527/2024 അപ്പൊ അതിന്റെ സിലബസും വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിന്റെ സിലബസിന്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പം എന്താണ് സെയിൽസ്മാൻ, സപ്ലൈകോയിലേക്കുള്ള സെയിൽസ്മാൻ ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നുണ്ട്. അതിന്റെ ഔദ്യോഗിക പേരാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ളത്. അപ്പൊ സെയിൽസ്മാൻ എന്നുള്ളത് കൊണ്ട് ഡൗട്ട് ഉണ്ട്, ഗേൾസിന് അയക്കാൻ പറ്റുമോ, പെൺകുട്ടികൾക്ക് അയക്കാൻ പറ്റുമോ, സെയിൽസ്മാൻ എന്ന് അല്ലേ കിടക്കുന്നത് എന്നുള്ള ഡൗട്ട് ഉണ്ട്. പെൺകുട്ടികൾക്കും അയക്കാൻ പറ്റും. 18 to 36 ആണ് ഏജ്. അതുവരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിന്റെ ശമ്പളം 23 to 50 വരെയാണ്. ജില്ലാടിസ്ഥാനത്തിലാണ്. പ്രതീക്ഷിത ഒഴിവുകളാണ്. അപ്പൊ ഒഴിവുകൾ എത്ര ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല, അത് PSCയുടെ കയ്യിലാണ്. അപ്പൊ പ്രതീക്ഷിത ഒഴിവുകൾ ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ കുറെ പേര് ചോദിക്കുന്നത്, അപ്പൊ കഴിഞ്ഞ തവണ വിളിച്ചില്ല, ലിസ്റ്റിലുണ്ട്, അത് എന്നിട്ടും വിളിച്ചില്ലല്ലോ, അപ്പൊ ഇനി വീണ്ടും അത് പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നതാണോ? അപ്പൊ നമ്മുടെയൊക്കെ ഉദ്ദേശം ഒരു അൾട്ടിമേറ്റ് PSC ജോലി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി, PSC എഴുതിയെടുത്തൊരു ഗവൺമെന്റ് ജോലിയാണ് എങ്കിൽ നമ്മൾ ആദ്യ റാങ്കുകളിലേക്ക് വരാൻ നോക്കുക. നമ്മൾ ഒരുപാട് ലിസ്റ്റുകളിൽ ലാസ്റ്റ് ഉൾപ്പെട്ടിട്ട് പിന്നെ നമുക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒരു മികച്ച റാങ്കിലേക്ക് മുന്നിലേക്ക് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സിലബസ് ഉണ്ട്. അപ്പൊ സിലബസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതല്ലോ. ഇതിപ്പോ പ്രിലിംസ് ഇല്ല, സ്പെഷ്യൽ ടോപ്പിക് ഇല്ല ഇതിന്. അപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് എന്തില്ല, പ്രിലിംസ് ഇല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതുപോലെ സിലബസ് എന്തില്ല, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇല്ല. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ. ഇതിനു മുന്നേ നടത്തിയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്തുണ്ടായിരുന്നു, സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്സിന് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 20 മാർക്സിന്റെ മൊത്തം, അതായത് ഭക്ഷ്യസുരക്ഷ, സപ്ലൈകോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 20 മാർക്സ് ആണ് അതിന് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടാണ്. അപ്പൊ ഇത്തവണ അത് എടുത്തു മാറ്റുകയും അതിൽ നിന്നൊരു ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ഒരു 10 മാർക്ക് ആഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കിനായിരുന്നു. ഇത്തവണ എന്ത് ചെയ്യും, 20 മാർക്കിനായിട്ടുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ, ഈ ചരിത്രം, ജിയോഗ്രഫി, അതൊക്കെ 4 മാർക്കിനായിട്ടുള്ളത് ഇപ്പൊ 5 മാർക്കിനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. എക്സാക്ട്ലി എന്ത് തന്നെയാണ്, LDCയുടെ തന്നെ അതേ സിലബസിലാണ് ഇപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വന്നിരിക്കുന്നത്. അപ്പൊ LDC പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഒരുവിധം പഠിച്ചിട്ടുള്ളവർക്ക് എന്ത് ചെയ്യും, കുറച്ച് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേഗം എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ എന്ത് ചെയ്യുക, നമുക്കത് കിട്ടുമോ, നമ്മുടെ അല്ലെങ്കിൽ എന്താണ് വേക്കൻസി കുറവാണ്, അപ്പൊ ജോലി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എഴുതുന്നില്ല, അങ്ങനെ വിചാരിക്കരുത്. എല്ലാവരും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എഴുതാം, നല്ല ജോലി. അപ്പൊ ജോലിയെ കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 2025 ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് PSCയുടെ 2025 കലണ്ടർ പ്രസിദ്ധീകരിച്ചതനുസരിച്ച് നമുക്ക് എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് LDC പഠിച്ചവരായിരിക്കും അല്ലെങ്കിൽ പഠിക്കാത്തവരായിരിക്കും ആയിക്കോട്ടെ, എന്നും ആവട്ടെ. പക്ഷെ എന്ത് ചെയ്യുക, ആ സിലബസ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള LDCയുടെ സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് നേടാൻ പറ്റും. കാരണം നമുക്ക് സമയമുണ്ട്. ഓഗസ്റ്റ് ഒക്ടോബർ മന്തിലായിരിക്കും എക്സാം വരുന്നത്. പ്രിലിംസ് ഇല്ല, മീൻസ് ഒറ്റ എക്സാമും ആണ്, സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ്, അതായത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മറക്കരുത്, 29 ആണ് കേട്ടോ. ഈ മാസം 29-ാം തീയതി വരെയാണ്. അതുവരെ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്യുക. ഗേൾസിനും അപ്ലൈ ചെയ്യാം. പിന്നെ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെ ഒരു കൺസേൺ ആണ്. അപ്പം സാധാരണ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ജില്ലകളിലേക്ക് വെക്കുക, അതാണ് സാധാരണയായിട്ട് PSC എല്ലാവരും ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള അടുത്തേക്ക് വെക്കുക. പക്ഷെ ആ വേക്കൻസി കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ വീട് കാസർഗോഡ് ആണെങ്കിൽ തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വരികയും ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് അത്
ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ ഇവിടെ താമസിക്കുന്നതിന്, തിരുവനന്തപുരത്ത് താമസിക്കുന്നതിന്റെ ചെലവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എവിടെയാണോ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണോ അത് തന്നെ വെക്കുക. വേക്കൻസി ഇവിടെ കൂടുതലുണ്ട് അങ്ങനെ, അല്ലെങ്കിൽ വേക്കൻസി എറണാകുളം കൂടുതലുണ്ട് അവിടെയാണ് കൂടുതൽ പേര് എടുത്തത് എന്ന് വെച്ചിട്ട് അങ്ങനെ വെക്കേണ്ടതില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇവിടെ ഏത് ജില്ലയിലാണോ, നിങ്ങളുടെ സ്വന്തം ജില്ലയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾക്ക് സാലറി ഒക്കെ നല്ല സാലറി ഉണ്ട്, ഒരു 50,000 വരെ ഉണ്ട്. അപ്പം അതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾക്ക് ബാക്കിയുള്ള കിട്ടും വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു ജില്ലയിലേക്ക് വെക്കേണ്ട ആവശ്യം. നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ ജോലി ചെയ്യാൻ ആഗ്രഹം ആ ജില്ലയിൽ തന്നെ വെക്കുക. നന്നായിട്ട് പഠിക്കാം. റാങ്കിൽ എന്ത് ചെയ്യുക, മേലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ആദ്യ റാങ്കുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അതുകൊണ്ട് തന്നെ അപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട് വേക്കൻസി കൂടിയ സ്ഥലങ്ങളിൽ. ഇപ്പൊ ഇത് ജില്ലാടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പൊ നമുക്ക് വേക്കൻസി ഒന്നും പറയാൻ പറ്റത്തില്ല, പ്രതീക്ഷിത ഒഴിവുകളാണ്. സാധാരണ നിയമനം കഴിഞ്ഞ തവണത്തെ നിയമനങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതലായിട്ട് വേക്കൻസി അഡ്വൈസ് പോയിട്ടുള്ളതെന്ന്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ജോലി, അതിന്റെ ജോലിയുടെ സ്വഭാവം, അതൊക്കെയാണ് കൂടുതൽ പേരും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് സാധാരണ എന്താണ്, സപ്ലൈകോയിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം സപ്ലൈകോ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ്, മാവേലി സ്റ്റോർ പോലെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാവേലി സ്റ്റോർ. അപ്പൊ അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ, മെയിൻ ആയിട്ട് ജോലി കിട്ടുന്നത് ഡിപ്പോയിൽ കിട്ടാം. പിന്നെ മാവേലി സ്റ്റോർ, മാവേലി സൂപ്പർ മാർക്കറ്റ്, പീപ്പിൾസ് ബസാർ, ഗോഡൌൺ, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇതിന്റെ ടൈമിംഗ് കുറച്ച് സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഓഫീസിൽ പോകുന്ന ഒരു ജോലി പോലെ അല്ല. ടൈം കുറച്ച് എന്താണ്, ഡിപ്പോയിലൊക്കെ ആണെങ്കിൽ ഒരു 9:30 to 7, 8 ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു 10 തൊട്ട് 8 വരെയൊക്കെ ആയിരിക്കും ഇവിടെയൊക്കെ. ഗോഡൌണിലൊക്കെ ആണെങ്കിൽ 9 to 6 അങ്ങനെയൊക്കെയാണ്. ഓരോരുത്തർ ഡിഫറൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളിപ്പോ മാവേലി സ്റ്റോറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരാൾ സെയിൽസ്മാൻ ചെയ്യുന്ന ജോലികളൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിന് പ്രൊമോഷൻ ഉണ്ടാവും. രണ്ട് വർഷം നിങ്ങൾക്ക് പ്രൊബേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഒരു എക്സാം വരും. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ അസിസ്റ്റന്റ്, അത് കഴിഞ്ഞിട്ട് സീനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അത് കഴിഞ്ഞിട്ട് സീനിയർ ഗ്രേഡ് 1, അങ്ങനെയാണ് അതിന്റെ പ്രൊമോഷൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഹോളിഡേയ്സ്, അതായത് സെക്കൻഡ് സാറ്റർഡേ ഒന്നും നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, അവധി ഉണ്ടാവില്ല. അപ്പൊ നമുക്കറിയാലോ, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോകുന്നവരാണല്ലോ, അതായത് ഗവൺമെന്റിന്റെ സപ്ലൈകോയിലൊക്കെ നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെയാണ് ജോലി. പക്ഷെ അതിനൊക്കെ പ്രത്യേകം, അതായത് ഹോളിഡേയ്സ് നിങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ വേജസും അതിന്റെ ബോണസും DA ഒക്കെ കുറച്ച് കൂടുതലായിട്ട് കിട്ടും. ഓണ സമയങ്ങളിലൊക്കെ ഡെയിലി ബോണസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ബാക്കിയുള്ളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സെക്കൻഡ് സാറ്റർഡേ ഒന്നും ജോലിക്ക് പോകുന്നില്ല, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് കുറച്ചുകൂടി വേജസ് ഒക്കെ അതിനനുസരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോ ടൈമിംഗ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നിലവിലെ ലിസ്റ്റിന് ഒരു 1.5 വർഷത്തോളം ഉണ്ട്. അപ്പൊ അതിന് ഇനിയും അഡ്വൈസ് പോകും. അപ്പൊ നിലവില് എത്ര അഡ്വൈസ് പോയി എന്നുള്ളതാണ് നമ്മളിപ്പോ പറയുന്നത്. ട്രിവാൻഡ്രത്താണ് കൂടുതലായിട്ടുള്ളത്, 267 ആണ്. കൊല്ലം 93 വരെ പോയിട്ടുണ്ട്. പത്തനംതിട്ട 65, ആലപ്പുഴ 92, കോട്ടയം 59, ഇടുക്കി 29, എറണാകുളം 128, തൃശൂർ 81, പാലക്കാട് 78, മലപ്പുറം 115, കോഴിക്കോട് 99, കണ്ണൂർ 75, വയനാട് 44, കാസർഗോഡ് 21. ഇങ്ങനെയാണ് ഇതുവരെയുള്ള നിയമന നിലകൾ. അപ്പൊ ഇനിയും നമ്മുടെ ലിസ്റ്റ് 1.5 വർഷത്തോളം ഉണ്ട്. അപ്പൊ ഇനിയും പോകും. അപ്പൊ നമുക്ക് അതിന് പല ഈ സപ്ലൈകോ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വേക്കൻസി അങ്ങനെ അത്രയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്ത് കൂടുതൽ വരാൻ ചാൻസ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ മലപ്പുറം, എറണാകുളം ഒക്കെ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേക്കൻസി നോക്കി വെക്കണം. നിങ്ങൾ ഏത് ജില്ലയിലാണോ ജോലി ചെയ്യാൻ താല്പര്യം ആ ജില്ലയിൽ തന്നെ വെക്കുക. പിന്നീട് അത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ജോബ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ടതും. ഇതുവരെയുള്ള നിയമന നിലകൾ പറഞ്ഞു. എക്സാം എങ്ങനെയായിരിക്കും, ഇത് LDC ആയതുകൊണ്ട്, LDC അതേ സിലബസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സിലബസ് പ്രിന്റ് എടുത്ത് വെച്ച് കറക്റ്റ് അത് തന്നെ റിവൈസ് ചെയ്ത് പോവുക. ഞാൻ പറയട്ടെ, ഇനി ബാക്കി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവല്, +2 ലെവല് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നൊരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ LDC ഒക്കെ പഠിച്ച അതേ സിലബസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. നമുക്ക് എക്സാം വരുന്നത് ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. ടൈം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി നോക്കുന്നുണ്ടെങ്കിൽ ഡിഗ്രി നോക്കാം, അല്ലെങ്കിൽ ഫോഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ഫോഴ്സും നോക്കാം. അപ്പൊ എന്ത് ചെയ്യുക, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 29th വരെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക. എല്ലാവരും ഉയർന്ന റാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. ലാസ്റ്റ് ഒരുപാട് എക്സാംസിന് നിങ്ങൾ
റാങ്ക് ലിസ്റ്റിൽ താഴെ വന്നിട്ട് എനിക്ക് റാങ്ക് ലിസ്റ്റിലുണ്ട് പക്ഷെ കിട്ടിയില്ല അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ല നമ്മൾ നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് അൾട്ടിമേറ്റ് ലക്ഷ്യം ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുള്ളത്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ പോവും. നമ്മുടെ ആപ്പിൽ അതിന്റെ കോഴ്സുകൾ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ യൂട്യൂബിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ട് പ്രത്യേകം ക്ലാസ്സുകൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുകയും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പത്തേനും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് പോകാൻ പറ്റും. അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യമുള്ളത് പർച്ചേസ് ചെയ്യാനായിട്ട്, സെക്രട്ടറി ടെസ്റ്റിന് ആണെങ്കിൽ സെക്രട്ടറി ടെസ്റ്റിന്റെ മലയാളത്തിലും ലഭ്യമാണ്, ഇംഗ്ലീഷ് ബാച്ച് കൊണ്ട് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് വാങ്ങിക്കാം. പിന്നെ മിഷൻ കാക്കി എന്ന് പറഞ്ഞിട്ടൊരു എല്ലാ ഫോഴ്സും ഇപ്പൊ വന്നിട്ടുള്ള എല്ലാ ഫോഴ്സുകളുമായിട്ട് ഒറ്റയ്ക്കുള്ള ഒരു കോഴ്സായിട്ടുണ്ട്. അതിലല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു കോഴ്സാണ് ആവശ്യമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ CPO പോലുള്ള കോഴ്സുകൾ, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ സ്ക്രീൻ കാർഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ഉയർന്ന റാങ്കുകളിലേക്ക് വരിക. നമുക്ക് ഈ വർഷം തന്നെ 2025 ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ, ജോലി നേടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.